കൊച്ചി നഗരത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നും വിനോദസഞ്ചാര മേഖലയുമാണ് മറൈൻ ഡ്രൈവ്. കൊച്ചി കായലിൻ്റെ ഭംഗി നുകരാൻ ഏറ്റവും ശാന്തമായ ഇടം. ഉദ്യാനങ്ങളും നടപ്പാതകളും ഷോപ്പിംഗ് സ്ഥലങ്ങളും നിറഞ്ഞ മറൈൻ ഡ്രൈവ് പകൽ നേരങ്ങളിൽ 10,000ങ്ങളുടെ വിനോദ മേഖല കൂടിയാണ്. എറണാകുളം സൗത്ത് മുതൽ നോർത്ത് വരെ നീണ്ടുകിടക്കുന്ന മറൈൻ ഡ്രൈവിൽ സന്ദർശകർക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാനുള്ള പദ്ധതികൾ തുടരുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിനോദ കേന്ദ്രമായ ഇന്ദിരാ പ്രിയദർശിനി കുട്ടികളുടെ പാർക്കിന്റെ നവീകരണം പൂർത്തിയായി കഴിഞ്ഞു. 4 കോടി രൂപ ചിലവിട്ട് എറണാകുളം DTPCയാണ് പദ്ധതി നിർവഹണം നടത്തിയത്. പാർക്കിൽ പുതിയ പ്രവേശന കവാടം തീർത്തു. മിനി വാട്ടർ തീം പാർക്ക് നവീകരിച്ചു. കൃത്രിമ ജലാശയത്തിൽ പെഡൽ ബോട്ടുകൾ ഓടിക്കാം. പാർക്കിൽ ലാൻഡ്സ്കേപ്പിംഗിന് ഒപ്പം പുതിയ കളി ഉപകരണങ്ങൾ നിർമ്മിച്ചു. ബഗ്ഗി ട്രെയിൻ നവീകരിച്ച് സ്കേറ്റിംഗ് സൗകര്യവും ഒരുക്കി. കമ്പ്യൂട്ടറൈസ്ഡ് ഗെയിമിംഗ് ഏരിയ വന്നു. ഭിന്നശേഷിക്കാർക്കായി റാമ്പും വീൽചെയർ സൗകര്യവും ഒരുക്കി. കഫറ്റേരിയയും ടോയ്ലറ്റ് കോംപ്ലക്സും നിർമ്മിച്ചു. സുരക്ഷയ്ക്കായി CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ക്രൂയിസ് ടൂറിസത്തിന്റെ ഒരു പ്രധാന ഹബ്ബായി കൊച്ചി മാറുകയാണ്. 50ഓളം ക്രൂയിസ് കപ്പലുകളാണ് വിനോദസഞ്ചാരികളുമായി കഴിഞ്ഞ കൊല്ലം കൊച്ചിയിലെത്തിയത്. 100,000-ഓളം ടൂറിസ്റ്റുകളാണ് എല്ലാ വർഷവും ഇങ്ങനെ കൊച്ചിയിലെത്തുന്നത്. എന്നാൽ ഈ ടൂറിസ്റ്റുകളിൽ വലിയ വിഭാഗം കരയിലിറങ്ങി സഞ്ചരിക്കാറില്ല. അതുകൊണ്ട് ഈ സഞ്ചാരികൾക്ക് കേരളത്തിൻ്റെ തനത് കലകൾ ആസ്വദിക്കാനാവും വിധം കായലിൽ ഒഴുകി നടക്കുന്ന ഒരു പെർഫോമിംഗ് ആർട്സ് തിയേറ്റർ ടൂറിസം വകുപ്പ് ഒരുക്കുകയാണ്. നമ്മുടെ പരമ്പരാഗത കലകൾ ക്രൂയിസ് ടൂറിസ്റ്റുകൾക്ക് ഈ ഫ്ലോട്ടിംഗ് കൂത്തമ്പലത്തിൽ ഇരുന്ന് കാണാം. 300 പേർക്ക് ഇരിക്കാവുന്ന ഇതിൽ ഒരു ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററും കഫറ്റേരിയയും മറൈൻ അക്വേറിയവും കരകൗശല വിൽപ്പന കേന്ദ്രവും ഉണ്ടാകും. വില്ലിംഗ്ടൺ ഐലൻഡിലെ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലിലും ബോൾഗാട്ടിയിലെ മറീനയിലും ഇതിന് എത്താനാകും. 5 കോടിയോളം ചിലവ് വരുന്ന ഈ പദ്ധതി നിർമ്മാണ ഘട്ടത്തിലാണ്. 50 ലക്ഷം രൂപയ്ക്ക് എറണാകുളത്ത് ഏഴാറ്റുമുഖത്ത് പ്രകൃതി ഗ്രാമത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ലാൻഡ്സ്കേപ്പിംഗ്, പാർക്കിംഗ് ഏരിയയുടെ നവീകരണം എന്നിവ നടത്തി. ഇൻഫർമേഷൻ സെന്ററും കഫറ്റേരിയയും ടോയ്ലറ്റ് കോംപ്ലക്സും പണിതീർത്തു. കടമ്പ്രയാർ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി മനക്കക്കടവിൽ 2ാം തൂക്കുപാലവും നിർമ്മാണം പൂർത്തിയാക്കി. വണ്ടർലായിലേക്കുള്ള പ്രധാന പാതയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ തൂക്കുപാലം. 1,25 ലക്ഷം രൂപയ്ക്കാണ് കടമ്പ്രയാറിന് കുറുകെ ഈ പാലം നിർമ്മിച്ചത്. കടമ്പ്രയാർ ടൂറിസം പദ്ധതിയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഈ പാലം നിർമ്മാണത്തിലൂടെ കഴിയും. ഇക്കോ ടൂറിസം വില്ലേജിൽ സഞ്ചാരികൾക്ക് ബോട്ടിംഗ് സൗകര്യത്തിനായി ബോട്ട് ക്ലബ്ബും കഫറ്റേരിയയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്.